പ്രവാചകനായ യെഹെസ്കേലിനെ യഹോവയായ ദൈവം തന്റെ ആത്മാവിനാൽ ഒരു അസ്ഥിത്താഴ്വരയിലേക്ക് കൊണ്ടുപോയി. പ്രവാചകൻ നോക്കിയപ്പോൾ അവിടെ അനേകം അസ്ഥികളെ കണ്ടു. അവ ചിതറപ്പെട്ട അസ്ഥികളായിരുന്നു. പ്രവാചകനെ അന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥയെക്കുറിച്ച് യഹോവ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു. അപ്പോൾ വാളും ക്ഷാമവും മഹാമാരിയും ദൈവം അവരിൽ വരുത്തി. ബാബേൽ പ്രവാസത്തിലേക്കും അവർക്ക് പോകേണ്ടി വന്നു. പാപവും ദൈവക്രോധവും അവരെ ഉണങ്ങിയ അസ്ഥികൾ പോലെയുള്ള ജീവിതമാക്കി. ഇന്നും പലരുടെയും ജീവിതങ്ങൾ ഉണങ്ങിയ അസ്ഥികൾ പോലെയാണ്. സ്നേഹമെന്ന വികാരം വറ്റി വരണ്ടു പോയിരിക്കുന്നു. പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരയെ യഹോവ കാണിക്കുന്നു. പ്രവാചകൻ നോക്കുമ്പോൾ കാണുന്നത് ചിതറപ്പെട്ട അസ്ഥികളാണ്. ഒന്നിനൊന്ന് ചേരാതെ ഛിന്ന ഭിന്നമായി കിടക്കുന്ന അസ്ഥികൾ. ഇന്ന് എല്ലാവരും ഒരു ഭവനത്തിലാണ് താമസിക്കുന്നത്, എന്നാൽ ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. ആർക്കും ആരെയും ശ്രദ്ധിക്കാനോ സ്നേഹം പകരുവാനോ സമയമില്ല. എല്ലാവരും അവരവരുടേതായ ലോകങ്ങളിലാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെയോ, ഭർത്താവിന് ഭാര്യയോ, മാതാപിതാക്കൾക്ക് മക്കളെയോ, മക്കൾക്ക് മാതാപിതാക്കളെയോ ശ്രദ്ധിക്കാനോ സ്നേഹിക്കാനോ സമയമില്ല. ചിതറിക്കിടക്കുന്ന അസ്ഥികളെ യഹോവ പ്രവാചകന് കാണിച്ചു കൊടുത്തു. വീണ്ടും യഹോവ എന്തു ചെയ്തെന്നോ, പ്രവാചകനെ ആ അസ്ഥികളുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടത്തി. പ്രവാചകൻ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ എന്താണ് കണ്ടതെന്നോ, പല ഭാഗത്തായി കിടക്കുന്ന അസ്ഥികളെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കണ്ണോടിച്ചാൽ എന്താണ് അവസ്ഥ? സ്നേഹമെന്ന വികാരം വറ്റി വരണ്ടു പോയിരിക്കുന്നു. നനവില്ലാത്തവരായി നാം മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ നമ്മുടെ കണ്ണുകൾ നനവുള്ളതാകണം. എല്ലാവരും സ്നേഹം കിട്ടുവാൻ വേണ്ടി കൊതിക്കുന്നവരാണ്. എന്നാൽ എത്ര പേർ സ്നേഹം കൊടുക്കുന്നവരായിട്ടുണ്ട്? ജീവിതത്തിലെ ദുഃഖങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളും പലരെയും ഉണങ്ങിയ അസ്ഥികൾ പോലെയുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്നു. ആശയറ്റുപോയ അനേകം ജീവിതങ്ങൾ, പ്രതീക്ഷകൾ നശിക്കുമ്പോൾ അത് നമ്മെ നിരാശയിലേക്ക് നയിക്കും. എന്നാൽ വരണ്ട ജീവിതത്തിൽ നനവ് തരുവാൻ എന്നിൽ നിന്നും ജീവനദി ഒഴുകും എന്ന് പറഞ്ഞ യേശു ചാരയുണ്ട് എന്ന സത്യം നാം മറന്നു പോകരുത്. യഹോവ പ്രവാചകനോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 3-ാമത് വചനം. അതിന് ഉത്തരമായി യഹോവ തന്നെ പറയുന്നു, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 4-5 വചനങ്ങൾ. ഇന്ന് അസ്ഥിക്കൂമ്പാരം പോലെ ചിതറപ്പെട്ട് ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലൂടെയാണോ നാം കടന്നു പോകുന്നത്? ദൈവം എന്നെ മറന്നുവോ എന്ന തോന്നൽ വരുവാൻ തക്കവണ്ണമുള്ള ജീവിതമാണോ നമ്മുടേത്? ആശയ്ക്ക് ഇനി ഒരു വഴിയും ഇല്ല എന്ന് കരുതി ഉണങ്ങിയും വരണ്ടുമിരിക്കുന്ന ഒരു ജീവിതമാണോ നമ്മുടേത്? എന്നാൽ യഹോവ പറയുന്നു, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. 3 നാളായി നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയെ തന്റെ വചനത്താൽ തുറന്ന് ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവിന്റെ വചനം നമ്മെയും ജീവിപ്പിക്കും. പരിശുദ്ധാത്മാവാകുന്ന ശ്വാസം നമ്മിലും ദൈവം തരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 26-ാമത് വചനം. നാം ഇനി നനവില്ലാതെ വറ്റി വരണ്ടിരിക്കുന്ന അസ്ഥികളെ പോലെ ജീവിക്കേണ്ട. യഹോവയുടെ വചനത്തിന് കാതോർത്താൽ അത് ഉണങ്ങിയ അസ്ഥികളെ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച തൊക്കുകൊണ്ട് പൊതിയും. നാം ജീവിക്കേണ്ടതിന് ദൈവം നമ്മൾ ശ്വാസം വരുത്തും. ദൈവവചനം കേട്ട് എപ്പോഴും നനവുള്ള, എപ്പോഴും ഫലം കായ്ക്കുന്ന, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമായി നമുക്ക് മാറാം. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാമത് വചനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ.
നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com